ഹലോ, എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വാട്ടർ ഇറോഷൻ ആണ്, അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ ഡ്യൂ ടു വാട്ടർ. സോ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും സോയിൽ ഇറോഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാണുന്നത് വാട്ടർ കാരണമുള്ള സോയിൽ ഇറോഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ സോയിൽ ഇറോഷന് അല്ലെങ്കിൽ വാട്ടർ കാരണമുള്ള സോയിൽ ഇറോഷന് പല പല സ്റ്റേജസ് ഉണ്ട്. അപ്പം എടുത്തുടനെ അത് ഫുൾ വെള്ളം ഒലിച്ചു വരുന്ന അല്ലെങ്കിൽ മണ്ണ് ഒലിച്ചു വരുന്ന പരിപാടിയല്ല സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. സോ അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ഇറോഷൻ അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ ഡ്യൂ ടു വാട്ടർ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു മഴ ഉണ്ടാവണം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നല്ല ഹെവി ആയിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്സ് താഴേക്ക് വീഴുന്നുണ്ട്. താഴേക്ക് വീണ് നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ അതൊന്ന് പതിക്കുന്ന സമയത്താണ് നമ്മുടെ സോയിൽ ഇറോഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിന് പറയുന്ന പേരാണ് റെയിൻ ഡ്രോപ്പ് സ്പ്ലാഷ് ഇറോഷൻ. സോ റെയിൻ ഡ്രോപ്പ് സ്പ്ലാഷ് ഇറോഷനിൽ ആ വെള്ളത്തുള്ളി വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പതിക്കുമ്പോൾ കുറച്ച് സോയിൽ ഇങ്ങനെ തെറിച്ചു പോകും അല്ലേ. അപ്പോൾ അത് നോർമലി നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഡ്രോപ്പ് വീഴുന്ന സമയത്ത് ആ ചുറ്റും അവിടെയുള്ള ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് തെറിക്കും. ഇതിനെയാണ് നമ്മൾ റെയിൻ ഡ്രോപ്പ് സ്പ്ലാഷ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു വെള്ളത്തുള്ളിയുടെ കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് റെയിൻ ഡ്രോപ്സ് ആണ് ഒരേ സമയം ഭൂമിയിലേക്ക് വീഴുന്നത്. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി അവിടെ ഓരോരോ റെയിൻ ഡ്രോപ്പ് സ്പ്ലാഷ് ഇറോഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഓരോരോ റെയിൻ ഡ്രോപ്പ് സ്പ്ലാഷ് ഇറോഷൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു അത്രയും ഭാഗത്തുള്ള മണ്ണ് ഒഴുകി വരും. അതിനെയാണ് നമ്മൾ അടുത്ത ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. നമ്മൾ പാലിന്റെ മുകളിൽ നിന്ന് പാൽപ്പാട നീക്കുന്നത് പോലെ ഏറ്റവും ടോപ്പ് ലെയർ മണ്ണിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നീങ്ങി വരും. അതിനെയാണ് നമ്മൾ ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. ഷീറ്റ് പോലെ വരിക ചെയ്യുന്നത്. അപ്പോൾ ഈ റെയിൻ ഡ്രോപ്പ് സ്പ്ലാഷ് ഇറോഷന്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ് നമ്മുടെ അടുത്ത ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. സോ ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ഷീറ്റ് ഇറോഷൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടോപ്പ് മോസ്റ്റ് ലെയർ ഇങ്ങനെ ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണൊലിപ്പ് കാരണം പല തരത്തിലുള്ള റിൽസ് ആൻഡ് ചാനൽസ് ഫോം ചെയ്യും. സോ ഇതാണ് ആ ഒരു സ്ട്രക്ചർ. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു സ്ട്രക്ചറാണ്. ചെറിയ ചെറിയ കുഞ്ഞു റിൽസ് ആൻഡ് ചാനൽസ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ റിൽസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഉള്ള അഗ്രികൾച്ചർ പ്രാക്ടീസ്, അതായത് നമ്മൾ പ്ലവിങ് ചെയ്യുമ്പോൾ ഇത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായത് ഈ ചെറിയ രീതിയിലുള്ള റിൽസ് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ മുകളിലൂടെ ട്രാക്ടർ ഓടിച്ച് അല്ലെങ്കിൽ നമ്മളൊരു പവർ ടില്ലർ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സോയിൽ ലെവലായി മാറും. അതാണ് റിൽ ഇറോഷന്റെ പ്രത്യേകത. ആ റിൽസ് ആൻഡ് ചാനൽസ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് റിൽ ഇറോഷൻ എന്ന് പറയുന്നത്. അതായത് തേർഡ് സ്റ്റേജ് ആണ്. ഇനി ഇതും കഴിഞ്ഞിട്ട് ഈ സ്റ്റേജിൽ നമ്മൾ മാനേജ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ അങ്ങനെ തന്നെ വിട്ടേക്കാണ്. അതായത് ഈ പ്രോപ്പറായിട്ടുള്ള ലാൻഡ് മാനേജ്മെന്റ് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഒന്നും ക്യാരി ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിൽസ് ഒക്കെ ചെറുതായിട്ട് വലുതാവാൻ തുടങ്ങും. കാരണം ഇതിലേക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് ഈ ചെറിയ ചാനൽസിലൂടെ. അപ്പോൾ ഈ ചാനൽസ് ഒക്കെ വൈഡൻ ആവും, കുറച്ചും കൂടി ഡെപ്ത് കൂടും. അങ്ങനെ വൈഡനായി ഡെപ്ത് കൂടുമ്പോഴാണ് നമ്മൾ തന്നെ ഗള്ളീസ് എന്ന് പറയുന്നത്. സോ ആ സ്റ്റേജ് ഓഫ് ഇറോഷനെ നമ്മൾ ആക്ച്വലി ഗള്ളി ഇറോഷൻ എന്നാണ് പറയുന്നത്. സോ അതാണ് അടുത്ത സ്റ്റേജ് ഓഫ് ഇറോഷൻ എന്ന് പറയുന്നത്, ഗള്ളി ഇറോഷൻ. അപ്പോഴത്തേക്ക് ഈ ഗള്ളി ഇറോഷനിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ചാനൽസിന്റെ ഡെപ്ത് കൂടുതലായിരിക്കും, അത് വൈഡൻ ആയിരിക്കും. സോ ഇത് കാരണം തന്നെ നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഇതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റവൈൻസ് ഫോം ചെയ്യുന്നത്, കുറച്ചും കൂടെ ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള റവൈൻസ് ഫോം ചെയ്യും. സോ ഈ സ്റ്റേജസ് ആക്ച്വലി ഇതിനകത്തിപ്പം റെയിൻ ഡ്രോപ്പ് സ്പ്ലാഷ് ഇറോഷൻ, ഷീറ്റ് ഇറോഷൻ, റിൽ ഇറോഷൻ, ഇതിനെ മൂന്നിനെ നമുക്ക് അഗ്രികൾച്ചർ പ്രാക്ടീസസ് കൊണ്ട് നമുക്ക് റെക്ടിഫൈ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിട്ടുള്ള ഗള്ളി ഇറോഷനെ നമുക്ക് അങ്ങനെ അഗ്രികൾച്ചർ പ്രാക്ടീസസ് കൊണ്ട്, നോർമൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇറോഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.